പുതുതായിട്ട് കുറച്ച് പിള്ളേർ വന്നിട്ടുണ്ട്. രായന്റെ അടുത്തുണ്ട് 2-3 പേര്. എടാ നിന്നെ ഇഷ്ടം എന്ന് പറഞ്ഞൊരു കൊച്ചുണ്ടായിരുന്നല്ലോ, ഇപ്പൊ സിറ്റി വരുന്നില്ല അത്? ഇല്ല മുരളി, അതാണല്ലോ ലാസ്റ്റ് ആയിട്ട് ചെയ്ത തെറ്റ്. എടാ പക്ഷെ എനിക്കിപ്പോ വിഷമം തോന്നുന്നടാ, അതിനെ പറഞ്ഞു വിടണ്ടായിരുന്നു. അല്ല മുരളി, അത് മുരളിക്ക് വേണ്ടിയാണ് ഞാൻ ഒഴിവാക്കിയത്. ആ ഒഴിവാക്കിയതോടെ സിറ്റിയിൽ നിന്നും പോയി മുരളി. പോടാ. ആ എടാ എനിക്ക് റിഗ്രറ്റ് അടിക്കുന്നടാ. എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ല മുരളി, കുഴപ്പമില്ല, ഞാൻ എടാ എനിക്ക് റിഗ്രറ്റ് അടിക്കുന്നടാ ബാബു. എന്ത് ചെയ്യണപ്പോ? എടാ നിങ്ങള് പേഴ്സണൽ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കണം. അയ്യേ എനിക്കില്ല, സത്യമില്ലേ മുരളി, ഏത് അർത്ഥത്തിലാ പറയണത്? ഇത് കള്ളം കേട്ടോ. വിളിക്കടാ ബാബു. അത് നീ ഇത്രയും ദിവസം ശോകമാണ്, അത് നമ്മളെ പറ്റി എന്ത് വിചാരിക്കും? നീ വിളിക്ക്. അല്ല മുരളി, വെളിയിൽ ഇത്രയും മുരളി സംസാരിച്ച് വരണ്ടെന്ന് പറഞ്ഞത് ഇതും കൂടെ മുരളിക്ക് പറഞ്ഞൂടെ? എടാ ഞാൻ വെളിയിൽ സംസാരിച്ചിട്ടില്ല വരണ്ടാന്ന്, എനിക്ക് അതിന് പരിചയം പോലില്ല. നീ അത് അങ്ങനെ കൺവേർട്ട് ചെയ്യണ്ട. നീ ഒരു കാര്യം ചെയ്യ്, കപ്പിളാർപ്പ് ചെയ്യാന്ന് പറ, വരാൻ പറ. ഏത്? എനിക്ക് ഇല്ല മുരളി, ഞാൻ കപ്പിളാർപ്പ് ചെയ്യാനുള്ള മെന്റൽ സ്റ്റേജിൽ. അല്ല നിനക്കല്ലേ, എനിക്ക്. ഞാൻ ചെയ്തോളാം, എനിക്ക് പ്രശ്നമില്ല, ഞാൻ മെന്റലി ഓക്കെയാണ്. പിന്നെ എന്നെ മെന്റലാക്കൂല ഇതൊക്കെ. ഇല്ല നീ വിളിച്ച് സംസാരിക്കുക. നീ വേണം നമുക്ക് ക്യാരക്ടറുടെ പേര് മാറ്റാം. അത് വരാൻ പറ വിളിക്കേണ്ട എന്തായാലും. അല്ലേ ഞാൻ സിറ്റിക്ക് അതുകൊണ്ട് മാത്രമേ മലയാളിക്ക് ഈ പണി എടുക്കത്തുള്ളൂ. പുറത്ത് വേണ്ട, പുറത്ത് എനിക്കും ഒരു ഭാര്യയൊക്കെ ഉണ്ടല്ലോ. ഒന്നല്ലേ ഉള്ളൂ എന്നൊരു തോട്ടുണ്ട് മലയാളിക്ക്. അങ്ങനില്ല, അങ്ങനെ എന്തായാലും ഇല്ല. എന്തായാലും സെറ്റാക്കാം. അറിഞ്ഞു വരുമായിരിക്കും. വരട്ടെ, കാണുന്നുണ്ടെങ്കിലേ എപ്പോഴെങ്കിലും വന്നാലോ. എടാ വന്നാ ഞാൻ സെറ്റാക്കാം കേട്ടാ ബാബു.